വി ഡി സതീശനെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് കോൺഗ്രസിൽ നിന്ന് ഒരാൾ പോലും അതിനെതിരെ അല്ലെങ്കിൽ വെള്ളാപ്പള്ളിക്കെതിരെ അല്ലെങ്കിൽ പോലും സതീശനെ അനുകൂലിച്ച് ഒരു വാക്ക് പോലും പറയാൻ തയ്യാറാവുന്നില്ല എന്നുള്ള ശ്രദ്ധിക്കേണ്ട കാര്യമില്ലേ? ശ്രദ്ധിക്കേണ്ട കാര്യമില്ല, അത് കോൺഗ്രസിൻ്റെ ഒരു രീതിയാണ്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ്സിൽ ഒരിക്കലും കെ കരുണാകരനൊക്കെ ഉണ്ടായിരുന്നപ്പോഴത്തേക്ക് ചില സമയത്തൊക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള നിലപാടുകൾ എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ പരസ്യമായി പറഞ്ഞില്ലെങ്കിലും അവരെ രഹസ്യമായിട്ടെങ്കിലും ഇല്ലാതാക്കാനുള്ള തന്ത്രവും പുള്ളിക്ക് അറിയാമായിരുന്നു. അങ്ങനെയാണ് പിന്നെ NDPയും അതുപോലെ SRPയും ഒക്കെ ഇല്ലാതായി പോയതും പിന്നെ NSSൻ്റെ വളർച്ച കിടങ്ങൂരിനെ ഇവിടെ നിന്ന് ഓട്ടിച്ച് NSSനെ ഇല്ലാതാക്കിയത്. പക്ഷേ അതിനുശേഷം ആരാണ് ഈ സാമുദായിക നേതാക്കന്മാർക്കെതിരെ എന്തെങ്കിലും ഒരു ശബ്ദം കോൺഗ്രസിൽ നിന്നുണ്ടായിട്ടുള്ളത്? വെള്ളാപ്പള്ളിക്കെതിരെ CPM പറയുന്നില്ല എന്ന് പറയുന്ന ഇപ്പോൾ കോൺഗ്രസ്സിലെ പിന്നെ രമേശ് ചെന്നിത്തലായാലും KC വേണുഗോപാലായാലും സണ്ണി ജോസഫ് ആയാലും ആരായാലും ഏത് സാമുദായിക നേതാവ് പറഞ്ഞിട്ടുള്ള തെറ്റിനെതിരെയാണ് പ്രതികരിച്ചിട്ടുള്ളത്? NSS ആസ്ഥാനത്ത് പോയ PV നരസിംഹറാവു മുതൽ ഇപ്പം മെനിഞ്ഞാന്ന് കൊടിക്കുന്നിൽ സുരേഷിനെ വരെ അവിടെ നിന്ന് ഓട്ടിച്ചു വിട്ടു. എന്നിട്ട് ആരെങ്കിലും ഈ NSSൻ്റെ നേതൃത്വത്തിനെതിരെ ഒരു പ്രതികരണം നടത്താനായിട്ട് തയ്യാറായിട്ടുണ്ടോ? അത് അവരുടെ ഒരു ദൗർബല്യമായിട്ടാണ് ഞാൻ കാണുന്നത്. എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമുദായികമായ പിന്തുണ ഇല്ലെങ്കിൽ ജയിക്കാൻ കഴിയില്ല എന്നുള്ളൊരു ഭയം അവർക്ക് ഉള്ളതുകൊണ്ട് പശ്ചാത്തലത്തിലായിരിക്കാം അങ്ങനെ ഒരു ചിന്ത അവരിൽ ഉണ്ടാകുന്നതെന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ.